നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. വ്യാസൻ നമ്മുടെ മുന്നിൽ ഈ പ്രപഞ്ചത്തിന്റെ സമ്പൂർണ്ണ ചിത്രം വരയ്ക്കുമ്പോഴേക്കും ഓരോ വ്യക്തിത്വത്തെയും ഇങ്ങനെ അത്യന്തം ശാസ്ത്രീയമായിട്ടാണ് അദ്ദേഹം വരച്ചു തരുന്നത്. അതിന് പറ്റിയതായ കഥകളിൽ കൂടി അദ്ദേഹം നമ്മെ അവരുടെ ആ രൂപത്തെ, അവരുടെ ആ ഭാവത്തെ, അവരുടെ ആ പ്രകൃതത്തെ നമ്മുടെ മുന്നിൽ അദ്ദേഹം കൊണ്ടുവരികയും ചെയ്യും. പക്വതയില്ലാത്ത മനസ്സ് കർണൻ, പക്വതയുള്ള മനസ്സ് അർജുനൻ. പക്വതയില്ലാത്ത മനസ്സ് ഭഗവാനെ നിഷേധിക്കും, ഗുരുജനങ്ങളെ നിഷേധിക്കും. അതെല്ലാം കർണന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഭഗവാനെ പിടിച്ചു കെട്ടാൻ ദുര്യോധനൻ ചാടുന്ന അവസരത്തില് ദുര്യോധനോടും ദുശാസനോടുമൊപ്പം ഈ കർണനുമുണ്ട്. അതാണ് ഭഗവാനെ നിഷേധിക്കുന്ന പക്വതയില്ലാത്തതായ മനസ്സിന്റെ ചിത്രം. ഈ കർണൻ തന്നെയാണ് ദുര്യോധനന് ഈ വലിയൊരു ഗതികേടുണ്ടാക്കി കൊടുത്തതും. പാഞ്ചാലിയെ, അവൾ അടിമയാണ്, അവളെ ഈ സഭയിലേക്ക് പിടിച്ചുകൊണ്ടുപോവാ എന്ന് ദുശാസൻ ആജ്ഞ കൊടുത്തത് ദുര്യോധനനല്ല, കർണനാണ്. പാഞ്ചാലിയോടുള്ള വിരോധം ആ സ്വയംവര പന്തലിൽ വെച്ചിട്ട് സൂതപുത്രൻ വില്ലെടുക്കണ്ട എന്ന് പാഞ്ചാലി പറഞ്ഞു. കർണൻ വില്ലെടുക്കാൻ പുറപ്പെട്ടപ്പോൾ, ബാക്കി രാജാക്കന്മാരെല്ലാം പരാജയപ്പെട്ടപ്പോൾ കർണൻ വില്ലെടുക്കാൻ പുറപ്പെട്ടു. ആർക്ക് വേണ്ടിയിട്ടെന്ന് വെച്ചാൽ അത് ദുര്യോധനന് വേണ്ടിയിട്ടാണ്. പക്ഷേ രാജകുമാരന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് സ്വയംവരം. കർണന്, ദുര്യോധനന്റെ ആശ്രിതനായിട്ട് കഴിയുന്ന കർണന് അതിനുള്ളതായ യോഗ്യതയില്ല. അതുകൊണ്ട് പാഞ്ചാലി പറഞ്ഞു സൂതപുത്രൻ വില്ലെടുക്കണ്ട എന്ന്. ഇത് മാത്രമല്ല, നേരത്തെ തന്നെ ആ സ്വയംവരത്തിന്റെ വ്യവസ്ഥ ദൃഷ്ടദ്യുമ്നൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. യന്ത്രക്കിളിയെ ഭേദിക്കുന്ന രാജാവ് അല്ലെങ്കിൽ രാജകുമാരൻ, അങ്ങനെയുള്ള ആളുകൾ പലരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ മാത്രമായിരുന്നാൽ പോലും പാഞ്ചാലിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ സ്വയംവരം ചെയ്യൂ എന്ന് ദൃഷ്ടദ്യുമ്നൻ ആദ്യമേ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. പാഞ്ചാലിയുടെ ഇഷ്ടത്തിന് പ്രാധാന്യമുണ്ട്. ദ്രുപദന്റെ ഇഷ്ടമാണ് ഇത്ര വലിയ വീരനായിരിക്കണം, അതിനുവേണ്ടിയുള്ള പരീക്ഷയാണ് ഇന്ദ്രക്കിളി. അങ്ങനെ ഒരു വീരൻ മാത്രമേ തന്റെ മകളുടെ ഭർത്താവാകാൻ പാടുള്ളൂ. അത് ദ്രുപദന്റെ നിശ്ചയമാണ്. അങ്ങനെയുള്ള പലരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ എന്നിരുന്നാൽ പോലും ആ ആളിനെ പാഞ്ചാലിക്ക് ഇഷ്ടമല്ലെങ്കിൽ സ്വയംവരം നടക്കില്ല. ഇവിടെ പാഞ്ചാലിക്ക് ഇഷ്ടമല്ല ഈ കർണന്, അതുകൊണ്ടാണ് വില്ലെടുക്കണ്ട എന്ന് പറഞ്ഞത്. അതിൽ രോഷം കർണന് എന്നും ഹൃദയത്തിലുണ്ട്. അത് തീർക്കാൻ കിട്ടിയ അവസരം ഈ ചൂതുകളിയുടെ മണ്ഡലം. അതുകൊണ്ട് അവളെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുവരാൻ ദുശാസന് കൽപ്പന കൊടുത്തു കർണൻ. എന്ന് മാത്രമല്ല, പാണ്ഡവന്മാർ മുഴുവൻ വസ്ത്രമൂരി താഴെ വയ്ക്കട്ടെ. പാണ്ഡവന്മാരെല്ലാവരും 5 പേരും മേൽമുണ്ടെടുത്ത് തറയിൽ വെച്ചു. ആ അവസരത്തിൽ വളരെ ഭയഭീതയായിട്ട് ആ സഭാമധ്യത്തിൽ നിപ്പുണ്ട് പാഞ്ചാലി. കർണൻ പറഞ്ഞു, ദുശാസന, ഇവളുടെ വസ്ത്രം നീ പിടിച്ചഴിക്ക്. ഇവൾ വേശ്യയാണ്. ഇവൾക്ക് വസ്ത്രം ഉണ്ടെങ്കിലെന്ത്, വസ്ത്രം ഇല്ലെങ്കിലെന്ത്, നീ അവളുടെ വസ്ത്രം അപഹരിക്ക്, പിടിച്ചഴിക്ക് എന്ന് കൽപ്പന കൊടുത്തത് കർണനായിരുന്നു. അപക്വമായ മനസ്സ്. അപ്പോഴാണ് കോപാകുലനായ ഭീമന്റെ പ്രതിജ്ഞ ആ ദുശാസനന്റെ
അവരുടെ വസ്ത്രത്തിൽ കൈ തൊട്ട ആ ദുശാസനന്റെ മാറിടം താൻ വലിച്ചു കീറി പടക്കളത്തിൽ വെച്ച് രക്തം കുടിക്കുമെന്ന്. ദുര്യോധനന്റെ തുട അടിച്ചു പൊട്ടിക്കും കഥ കൊണ്ട് എന്ന പ്രതിജ്ഞയും അവിടെ തന്നെ ഭീമൻ ചെയ്യുന്നുണ്ട്. ഇതിന് രണ്ടിനും കാരണമുണ്ടാക്കിയത് കർണനായിരുന്നു. അപക്വമായിട്ടുള്ള മനസ്സ് ജീവിതത്തിൽ ഏതെല്ലാം പ്രകാരത്തിൽ വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും വിപത്തുകൾ ഉളവാക്കുന്നു എന്നുള്ളത് ഭഗവാൻ വേദവ്യാസൻ ഇങ്ങനെ വരച്ചു കാണിച്ചു തരികയാണ്. ആ അപക്വതയെയാണ് ഇവിടെ തുടക്കത്തിലെ കാണിച്ചു തന്നത്. ആ അപക്വതയുടെ വിത്തിനെ കുന്തി കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ, ഒരു പെൺകുട്ടിയായിരിക്കുമ്പോൾ, കാര്യാകാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാകുന്നതിന് മുമ്പ് ആ അപക്വതയാൽ ആ കരുത്തുറ്റതായ മന്ത്രത്തിന്റെ ശക്തി ആദിത്യനിൽ പരീക്ഷിച്ചു നോക്കി. അതിന്റെ ഫലമായിട്ടാണ് കർണൻ ജനിക്കുന്നത്. കർണന്റെ മനസ്സ് അപക്വമാണ് എന്ന് കാണിക്കാൻ, അതിനു വേണ്ടിയിട്ടാണ് ആ ഒരു കഥ അങ്ങനെ വ്യാസൻ നിബന്ധിക്കുന്നത്. എന്നാൽ അർജുനന്റെ സ്വരൂപമോ അർജുനന്റെ സ്വഭാവമോ പക്വതയാണ്. അതാണ് എപ്പോഴും ഭഗവാൻ എവിടെ ഉണ്ടോ അവിടെ മാത്രമേ അർജുനൻ നിൽക്കൂ. സൈന്യത്തെ ഭഗവാൻ പങ്കുവയ്ക്കുന്ന അവസരത്തിലും മുഴുവൻ സൈന്യവും ആയുധ സന്നാഹങ്ങളോടുകൂടി ഒരു വശത്ത്, ഞാൻ ആയുധമെടുക്കില്ല, ഞാൻ യുദ്ധം ചെയ്യില്ല, ഞാൻ മറുവശത്ത് ഇഷ്ടമുള്ളത് എടുക്കാം, അർജുനൻ എടുത്തുകൊള്ളട്ടെ ആദ്യം. അർജുനൻ പറഞ്ഞു, എനിക്ക് ഭഗവാൻ മതി എന്ന്. ദുര്യോധന സന്തോഷമായി വലിയ സൈന്യവുമായിട്ട് അയാള് ഹസ്തിനാപുരത്തേക്ക് പോയി. കൃഷ്ണൻ ഇത് കഴിഞ്ഞിട്ട് അർജുനനോട് ചോദിച്ചു, യുദ്ധം ചെയ്യാത്ത ആയുധമെടുക്കാത്ത എന്നെ എന്തിന് നീ വരിച്ചു എന്ന്. അർജുനൻ പറഞ്ഞു, അങ്ങ് എന്റെ തേർത്തട്ടിലിരുന്ന് തേര് തെളിച്ചാൽ മാത്രം മതി. അങ്ങയുടെ അനുഗ്രഹത്താൽ, അങ്ങയുടെ ബലത്താൽ ഞാൻ ചെയ്യേണ്ടതെല്ലാം നിർവഹിക്കും എന്ന്. അങ്ങനെ എല്ലാം ഭഗവാനെ മുൻനിർത്തി, ഭഗവാൻ ഒരാളിനെ മാത്രം മുൻനിർത്തി, ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളും ബലങ്ങളും ഒന്നും വകവയ്ക്കാതെ ആ ഭഗവൽ കൽപ്പനകളെ അനുസരിക്കുക എന്നുള്ള പാകതയുള്ളതായ മനസ്സ്, അതാണ് അർജുനൻ. അതാണ് അർജുനന്റെ ജനന വൃത്താന്തം നമ്മൾ നേരത്തെ വായിച്ചു. ആ പ്രകാരത്തിലായി തീർന്നത്. ആ നിയോഗം കുന്തിയോട് പാണ്ഡു ആവശ്യപ്പെട്ടതാണ്. കരുത്തനായ വലിയ യോദ്ധാവായ ഇന്ദ്രതുല്യനായ ഒരു പുത്രൻ എനിക്ക് വേണം. അതിനുവേണ്ടി നീ ഇന്ദ്രനെ തന്നെ ആവാഹിക്കുക എന്ന്. മക്കളില്ലാതെ മരിക്കുന്നയാളിന് സ്വർഗമില്ല. അതിനാൽ പാണ്ഡുവിന്റെ നിർദ്ദേശമാണ് ദേവന്മാരെ ഇങ്ങനെ ആവാഹിക്കാനായിട്ട്. അങ്ങനെയാണ് ആദ്യം യമധർമ്മനെയും പിന്നീട് വായുവിനെയും പാണ്ഡുവിന്റെ നിർബന്ധത്താൽ കുന്തി ആവാഹിച്ചത്. അങ്ങനെ ധാർമ്മികനായൊരു പുത്രനും ബലവാനായൊരു പുത്രനും ലഭിച്ചു. ഇനി ഇന്ദ്രതുല്യ പരാക്രമിയായിട്ടുള്ളൊരു പുത്രൻ. പാണ്ഡുവിന്റെ ആജ്ഞയാൽ കുന്തി മന്ത്രജപത്താൽ ആവാഹിച്ചതാണ് ഇന്ദ്രനെ. തികഞ്ഞ വിവേകത്തോടുകൂടിയുള്ള ധാർമ്മികമായ പ്രവർത്തനം. അതാണ് പാകതയുള്ളതായ മനസ്സിന്റെ പ്രവൃത്തിയാണ്. അതാണ് അർജുനന് ഇത്ര കണ്ട് പാകത. അർജുനന്റെ മനസ്സിന്റെ പാകതയെ വ്യാസൻ ഇങ്ങനെ കഥ നിബന്ധിച്ച് കാണിച്ചു തന്നിരിക്കുന്നു. നമ്മുടെ മനോമയകോശമാണ് അർജുനൻ. നമ്മുടെ അന്നമയകോശം യുധിഷ്ഠിരൻ, പ്രാണമയകോശം ഭീമൻ, മനോമയകോശം അർജുനൻ, വിജ്ഞാനമയകോശം നകുലൻ, ആനന്ദമയകോശം സഹദേവൻ. ഇവർ 5 പേരെയും 5 ദേവന്മാരുടെ സന്താനങ്ങളാക്കിയിട്ട് വ്യാസൻ അവതരിപ്പിച്ചത് ഈ കോശത്തിൻ്റെതായ താത്വികമായ വിശകലനം നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ ശരീരം, 5 കോശങ്ങളടങ്ങിയ ഈ ശരീരം പാണ്ഡവന്മാരാണ്. അതിൻ്റെ ഉള്ളില് പരമാത്മാവിരിക്കുന്നു. ആ പരമാത്മാവിന്റെ നിർദ്ദേശമനുസരിച്ച് എപ്പോഴാണോ നാം പ്രവർത്തിക്കുന്നത്, പ്രവർത്തിക്കാനുള്ള ചിന്തയും വിചാരവും വികാരവും ഒക്കെ വരുന്നത് മനസ്സിലാണല്ലോ, മനോമയ കോശത്തിലാണല്ലോ. ആ മനോമയ കോശമാണ് അർജുനൻ.
ഭഗവൻ നിഷ്ഠമായ ബുദ്ധിയോടുകൂടിയിട്ടുള്ള മനോമയ കോശം ആയിത്തീരണം നമ്മുടേത്. എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രേയോ വിജയോ ഭൂതർ എന്ന് വ്യാസൻ പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ടാണ്. അവിടെയാണ് വിജയമുണ്ടാകുന്നത്, ഭൗതികമായ ഐശ്വര്യമുണ്ടാകുന്നത്. ഈ ലോകത്തിലെ ഏറ്റവും വലുതായ നേട്ടം ബ്രഹ്മാനുഭവം അത് കൈവരുന്നതും അവിടെയാണ്. എവിടെ? ഭഗവാന്റെ ആജ്ഞയനുസരിച്ച് അർജുനൻ പ്രവർത്തിക്കുന്നവനായി തീരുമ്പോൾ. അതാണ് നമ്മുടെ മനസ്സ് ആ പ്രകാരത്തിലായി തീരണം. അതൊരിക്കലും കർണന്റെ സമ്പ്രദായത്തിൽ ആയി തീരരുത്. എങ്കിൽ ആ തന്മൂലം വന്നു ചേരുന്നത് പല പ്രകാരത്തിലുള്ളതായ വിപത്തുകളായിരിക്കും. കർണപർവത്തിന്റെ അവസാനം കർണന്റെ തേര് ആ ചേറില് രക്തം കൊണ്ട് മണ്ണുമായി കുഴഞ്ഞ് ഉണ്ടായ ചേറാണത്. ആ ചേറില് പുതഞ്ഞു പോയപ്പോ രഥത്തിന്റെ ഉരുളുകൾ ഉയർത്താൻ വേണ്ടിയിട്ട് കർണൻ ഇറങ്ങുന്ന അവസരത്തില് കർണൻ അർജുനനോട് പറഞ്ഞു, നീ ധാർമ്മികനാണ്, നീ ഇപ്പോൾ അമ്പെയ്യരുത്. അപ്പോൾ കൃഷ്ണൻ കർണനോട് ചോദിക്കുന്നുണ്ട്, ഓരോരോ സന്ദർഭങ്ങളിൽ അന്ന് നീ എങ്ങനെ പ്രവർത്തിച്ചു, അന്നെങ്ങും ഇല്ലാതിരുന്ന ധർമ്മം എന്നുള്ള വാക്ക് ഇപ്പോൾ എങ്ങനെ നിന്റെ മനസ്സിലേക്ക് വന്നു? എവിടെ പോയിരുന്നിതു ധർമ്മം മുന്നം, എവിടെ നിന്നിപ്പോൾ ഇവിടേക്ക് വന്നു? എഴുത്തച്ഛന്റെ കിളിപ്പാട്ട് കർണപർവ്വത്തിന്റെ അവസാനം വരുന്ന ഭാഗമാണ്. അവിടെ ധർമാധർമ്മങ്ങളെക്കുറിച്ചുള്ളതായ അതിസൂക്ഷ്മമായിട്ടുള്ള വിശകലനം വ്യാസഭഗവാൻ നടത്തിവെച്ചിട്ടുണ്ട്. അങ്ങനെ ധാർമ്മികമായിട്ടുള്ള പന്ഥാവിലൂടെ ചരിക്കും എന്ന് വിശ്വസിച്ച് എന്ന് ഉറപ്പിച്ച് നിൽക്കുന്നതായ ഈശ്വരനിഷ്ഠമായ മനസ്സ്, അതാണ് അർജുനൻ. അതല്ലാതെ അപക്വമായ മനസ്സ്, അത് കർണൻ. മറ്റെല്ലാം നമ്മൾ മാറ്റിവെച്ചാലും കർണന്റെ പല പ്രവൃത്തികളും ഏത് പ്രകാരത്തിൽ ദോഷമയമായി തീർന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പല നല്ല ഗുണങ്ങൾ കർണനുണ്ട്, അതെല്ലാവർക്കും ഉണ്ട്. ദൈവീ സമ്പത്തും ആസുരീ സമ്പത്തും പല അളവിലാണ് ഓരോരുത്തരിലും കലർന്നിരിക്കുന്നത്. പക്ഷേ ഓരോന്നും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകൾ ആ വ്യക്തിയുടെ ചിന്തയിലും വികാരത്തിലും പ്രവൃത്തിയിലും അനുഭവത്തിലും വരുത്തി തീർക്കും. അത് മുഴുവൻ വ്യാസഭാരതത്തിൽ അത്യന്തം നമുക്ക് കാണുവാനായി സാധിക്കും. അതാണ് ഈ കഥ, ഇങ്ങനെ കർണോൽപത്തിയുടെ കഥ വ്യാസഭഗവാൻ ചിത്രീകരിക്കാനുള്ള കാരണം. ഇതങ്ങനെ നടക്കേണ്ടതായിരുന്നു. കാരണം അപക്വമായ മനസ്സ്. അപ്പോൾ അപക്വതമായ മനസ്സിൽ നിന്നിട്ടാണ് ആ അപക്വമായ മനസ്സിന്റെ ശില്പവിദ്യ സംഭവിക്കുന്നത്. അതിനാൽ അല്ലയോ കുന്തി, ഇത് നിന്റെ കുറ്റമല്ല, ഇതിൽ പാപം യാതൊന്നും തന്നെയില്ല. അപരാധശ്ച തേ നാസ്തി കന്യാഭാവം ഗദാഹ്യസി. നിനക്ക് യാതൊരു അപരാധവുമില്ല, നിന്റെ പക്ഷത്ത് നിന്നിട്ട് ഒരു കുറ്റവുമില്ല. നിനക്ക് കന്യാഭാവം തിരിച്ചു കിട്ടിയല്ലോ, അത് നഷ്ടപ്പെട്ടു പോയില്ലല്ലോ. അത് തന്നെയാണല്ലോ നീ മനസ്സിലാക്കേണ്ട ആദ്യത്തെ തെളിവ്. അതിൽ നിന്ന് തന്നെ നീ മനസ്സിലാക്കിക്കൊള്ളൂ, ഞാൻ പറയുന്ന കാര്യം പരമസത്യമാണ് എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിലും നിനക്ക് തന്നെ ആ തെളിവുണ്ട്. നീ കന്യകാത്വത്തെ തുടർന്നും നിലനിർത്തുന്നു. കർണന് ജന്മം നൽകിയെങ്കിലും നിന്റെ കന്യകാത്വം നിനക്ക് നഷ്ടപ്പെട്ടില്ല. ദേവന്മാർക്ക് സന്താനങ്ങളെ ഈ ലോകത്തിൽ മനുഷ്യരിലും മൃഗങ്ങളിലും ഒക്കെ ജനിപ്പിക്കാനാകും. അവരുടെ സങ്കല്പം കൊണ്ട് സന്താനങ്ങളെ ജനിപ്പിക്കാം, അവരുടെ ഒരു വാക്കുകൊണ്ട് സന്താനങ്ങളെ ജനിപ്പിക്കാം. ഇതൊക്കെ ദേവന്മാർക്കാകും. കാരണം സൂക്ഷ്മ ശരീരികളാണവർ, സൂക്ഷ്മ രൂപികളാണവർ. അവരുടെ നോട്ടം കൊണ്ട് സന്താനങ്ങളെ ജനിപ്പിക്കാനാകും, അവരുടെ സ്പർശം കൊണ്ട് സന്താനങ്ങളെ ജനിപ്പിക്കാനാകും. ഇതൊക്കെ ദേവന്മാർക്ക് കഴിയുന്ന കാര്യം. മനുഷ്യധർമ്മവും ദേവധർമ്മവും വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളൂ. മനുഷ്യധർമ്മോ ദൈവേന ധർമ്മേണ ഹി ന ദുഷ്യതി. ദൈവധർമ്മത്താൽ മനുഷ്യധർമ്മം ഒരിക്കലും ദോഷത്തെ പ്രാപിക്കുകയില്ല. വ്യാസൻ പറയുന്നു, ദൈവധർമ്മമാണ് ഇങ്ങനെ സംഭവിച്ചത്.
അതുകൊണ്ട് മനുഷ്യധർമ്മത്തിന് ഒരു ദോഷവും സംഭവിക്കില്ല. അതുകൊണ്ട് അല്ലയോ കുന്തി, ഇതി കുന്തി വിജാനീഹി വേതുതേ മാനസോജ്വര, നീ ഇങ്ങനെ മനസ്സിലാക്കിക്കൊള്ളൂ. നീ നിലനിർത്താൻ ആഗ്രഹിക്കുന്നതായ മനുഷ്യധർമ്മമുണ്ടല്ലോ, അത് ദൈവീധർമ്മത്താൽ ഒരിക്കലും കളങ്കിതമാവില്ല. അത് നിന്നെ ബാധിക്കുന്നില്ല. ഇത് നീ ഉറപ്പായി മനസ്സിൽ ചിന്തിച്ചുകൊള്ളൂ. അങ്ങനെ വേതുതേ മാനസോജ്വര, നിന്റെ മനസ്സിനെ വർഷങ്ങളായിട്ട് നിരന്തരം വേദനിപ്പിച്ചു കൊണ്ടിരുന്നതായ ആ വിചാരമുണ്ടല്ലോ, ആ ഒരു ജ്വരം, അത് പൂർണ്ണമായിട്ട് മനസ്സിൽ നിന്നിട്ട് നിഷ്കാസനം ചെയ്തുകൊള്ളുക. ദേവന്മാർക്ക് ഇതൊക്കെ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വ്യാസഭഗവാൻ ആ സന്ദർഭം പൂർണ്ണമാക്കുകയാണ്. ആശ്രമ വാസിക പർവ്വത്തിലെ 29ഉം 30ഉം അധ്യായങ്ങളാണ്, അതിലെ ചില ഭാഗങ്ങളാണ് ഈ അവസരത്തിൽ കുന്തി എന്നുള്ളതായ ആ മാതാവിൻ്റെ മനസ്സിലുള്ള ആ ദേവീ സമ്പത്തിനെ വിശദമാക്കാനായിട്ട് അവതരിപ്പിച്ചത്. ആ ദേവീ സമ്പത്തിലെ ലജ്ജ എന്നുള്ളതായ ആ സമ്പത്ത്, ഹ്രീ എന്നുള്ളതായ സമ്പത്ത്, താൻ അറിഞ്ഞോ അറിയാതെയോ സാഹചര്യവശാലോ ഒക്കെ ചെയ്തു പോയതായ ഒരു കാര്യം, അത് കുറ്റമാണെന്നുള്ളതായ, തെറ്റാണെന്നുള്ളതായ, പാപമാണെന്നുള്ളതായ തോന്നലുണ്ടാകുമ്പോഴേക്കും ദൈവീ സമ്പന്നരുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നതായ ഒരു അവസ്ഥയാണ് ഹ്രീ എന്നുള്ളത്, ലജ്ജ എന്നുള്ളത്. അത് നമ്മൾ നേരിട്ട് കുന്തിയുടെ കഥയിലൂടെ കാണുകയും ചെയ്തു.